ഹലോ, ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക ഉപ്പേരി എങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി തന്നെ എടുക്കണേ. ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാളയേക്കാട്ടും നല്ലത് ചെറിയ ഉള്ളി എടുക്കുന്നതാണേ. ചെറിയ ഉള്ളി ഇട്ടിട്ട് എന്തുപ്പേരിയും വയ്ക്കുമ്പോൾ നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരട്ടെ കേട്ടോ. നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് പലതരം റെസിപ്പി തയ്യാറാക്കിയെടുക്കാം അല്ലേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു 1 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരട്ടെ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മുളക് പൊടി 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് വെണ്ടയ്ക്കയുടെ പല റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. വെണ്ടയ്ക്ക മസാല, പിന്നെ സാമ്പാറിൽ വെണ്ടയ്ക്ക ഒക്കെ ഇട്ടിട്ട് നമുക്ക് സാമ്പാർ വയ്ക്കാം, വെണ്ടയ്ക്ക തോരൻ വയ്ക്കാം. ആ മഞ്ഞൾപ്പൊടിയൊക്കെ പച്ചമണക്കൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വരെ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് ഇല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ചതച്ച മുളക് തന്നെ ചേർത്തിട്ട് ഉപ്പേരി വയ്ക്കുകയാണേ ടേസ്റ്റ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക കഴുകി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കണം കേട്ടോ. കുറച്ച് നേരത്തെ കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണേ നല്ലത്. ഡ്രൈ ആയിട്ടിരിക്കുകയെ. എന്നിട്ട് നമ്മൾ ആ വെണ്ടയ്ക്ക അരിഞ്ഞത് ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെണ്ടയ്ക്കൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ആവിയിൽ കിടന്ന് വെണ്ടയ്ക്ക ഉപ്പേരി തയ്യാറായി കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ ഈ വെണ്ടയ്ക്കുപ്പേരി തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ വെണ്ടയ്ക്കുപ്പേരി. വഴുതനങ്ങ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെയാണ് വഴുതനങ്ങ തയ്യാറാക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. വെണ്ടയ്ക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്കുപ്പേരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ.